എന്നാ ശരിടാ. ഓക്കെ ഓക്കെ. കഴിഞ്ഞാ നിങ്ങളെ ഫ്രണ്ടിനായിട്ടുള്ള സംസാരം? കഴിഞ്ഞു. എന്തേ? കണ്ണിന്റെ മുന്നിലുള്ള ഭാര്യയായി എന്നെ കാണാൻ നിങ്ങൾക്ക് വയ്യ, എന്നിട്ടാണ് നിങ്ങൾ ആ കണ്ണുപൊട്ടന്റെ പിന്നാലുള്ള സഞ്ചാരം. ഒരു ഭാര്യയായി എന്നെക്കാളും സ്നേഹവും പരിഗണന ഒക്കെ അയാൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്. ഫുൾ ടൈം ഫോണിൽ അയാളോടെ സംസാരം. അതെന്റെ തോന്നലടി. കൂട്ടുകാരനോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള സ്നേഹവും അത് രണ്ടാണ്. ഒരിക്കലേ ഞാനും അവനും കൂടിയിട്ടൊരു ബീച്ചിൽ പോയിരിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ ഞാൻ മരിച്ചാലേ നീ എന്ത് ചെയ്യും? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അങ്ങനെ ബീച്ചിൽ നിന്ന് തിരിച്ചു വരാൻ നേരം അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ചുമലാകെ നനഞ്ഞിരുന്നു. അതവൻ്റെ കണ്ണീരാണെന്ന് മനസ്സിലാക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ടി വന്നു. എൻ്റെ അടുത്ത് മാത്രമേ മനസ്സോർന്ന് സംസാരിക്കാറുള്ളൂ. പുറത്തുള്ള വേറൊരാളുടെ അടുത്തും അവന് സംസാരിക്കില്ല, ചിരിക്കില്ല, കരയില്ല. അവൻ്റെ ഒരേ ഒരു സുഹൃത്ത് അത് ഞാൻ മാത്രമാണ്. അവനെവിടെയെങ്കിലും പോകണമെങ്കിൽ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെങ്കിൽ, അവനെല്ലാത്തിനും അവന് ഞാൻ തന്നെ വേണം. ഞാൻ ചോദിച്ചിരുന്നല്ലോ അവൻ്റെ അടുത്ത്, ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യുന്നു? അതിനുള്ള അവൻ്റെ മറുപടി കേട്ടപ്പോഴേ എൻ്റെ നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച ഫീലായിരുന്നു. ഓനെന്താ പറഞ്ഞത്? നീ മരിച്ചാല് ഇനി ഞാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? ചിലരുണ്ട് നമ്മളിലൂടെ മാത്രം ജീവിക്കുന്നവർ, നമ്മളില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തവർ. അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തില്ല വേണ്ടത്. അപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവുള്ളൂ.